പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ജീവനിലേക്കുള്ള വാതിൽ, സ്വർഗത്തിലേക്കുള്ള ഗോവേണി, ഗിദെയോന്റെ കമ്പിളി മഞ്ഞ്, എലീശായുടെ പുതപ്പ്, മോശ കണ്ട എരിയാത്ത മുൾപ്പടർപ്പ്, എസക്കിയേലിന്റെ സ്വപ്നത്തിലെ അടഞ്ഞിരിക്കുന്ന വാതിൽ, അങ്ങനെ നീണ്ടുകിടക്കുന്ന വിശേഷണങ്ങളാൽ വിശേഷിപ്പിച്ചിരിക്കുന്ന നമ്മുടെ കന്യക മറിയാം അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഈ ഷൂനോയോ സീരീസിലേക്ക് നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് ഒരു 30 മിനിറ്റ് മാറ്റിവെച്ച് ഇതിലേക്ക് പങ്കുചേരുവാൻ വന്നിരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമയം ഓപ്പണിംഗ് പ്രയറിനായി എബി അച്ഛനെ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനായി വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്ത മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. Now I call upon Jesse John to read the word of God. Today's reading is taken from St. John chapter 1 verses 1 to 14. കേൾക്കാമോ? Yes. Okay. St. John chapter 1 to 14. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആമീൻ. ഭരിക്കുമോ? Thank you, Jesse. It's always a joy to listen to the hymns and sings of praise that glorify the name of God, because they bring praise and joy to our hearts. With that, I warmly welcome Mrs. Annie Kuriakos to lead us in a song. സ്വർഗോന്നതേ വാഴും പരമപിതാവേ, പരിപാവനമാകേണം തവ തിരുനാമം.
തവ രാജ്യം ഭൂവിൽ ആഗതമാകണമേ. തവ ഹിതമിഹ മതിലാകേണം പരമതിലെന്നതുപോൽ. പ്രതിദിനമടിയങ്ങൾ കന്നം കനിവോടു പകരണമേ. പരിഹൃതമാക്കണമേ പിഴകൾ അപരനൊടങ്ങൾ പോ. കാത്തരുളിടണമേ ദുഷ്ടപരീക്ഷകളിൽ നിന്നും. രാജ്യം ശക്തി മഹത്വം അങ്ങേക്കെന്നെന്നും. ആമേൻ. കൃപയിൻ നിറവേ മാതാവേ, മറിയാമേ ശാന്തി. നാരികളിൽ നീയേറ്റം മാനിത മാതാവേ. പരമോന്നതനീശൻ എന്നും പരിയൊടു തവ സവിതേ. നിന്നുദരത്തിൽ ഫലമാനീശൻ സ്തുതികൾക്കനുയോജ്യൻ. ശുദ്ധികളിൽ ശുദ്ധേ മറിയാം മാതാവേ ഭാഗ്യം. പരനെ വഹിച്ചവളേ മാതാ മറിയാമേ ഭാഗ്യം. പാതകരടിയാർക്കായി പരനോടെന്നെന്നും അർത്തിച്ചിടണമേ മൃതിയിൻ വേളയിലും. ആമേൻ. താങ്ക് യു. Thank you, Annie. Psalms 119:103 says, "How sweet are your words to my taste, sweeter than honey to my mouth." When the psalmist says that the word of God is sweeter than honey, the desire to taste that should come to us 24/7. Today, I heartily welcome Mrs. Suja Johnson to deliver the word of God to us. She is the Joint Secretary of St. Gregorius Orthodox Church, Garland, Texas. Welcome, Suja. ഹലോ, എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ പ്രിയരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളോടനുബന്ധിച്ച് സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനാ യോഗത്തിൽ അല്പസമയം ദൈവവചനം നിങ്ങളോട് സംസാരിക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ആദ്യമേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ സഭ ധാരാളം പ്രാധാന്യം നൽകുന്ന നൊയമ്പാണ് ശൂനോയോ നൊയമ്പ്. വേദപുസ്തകത്തിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് വിശദമായി വിവരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ നിറവിൽ മറിയാമിന്റെ പാട്ടും 1-ാം അധ്യായം 67 മുതൽ 79 വരെയുള്ള വാക്യത്തിൽ സെഖരിയ പുരോഹിതന്റെ പാട്ടും നമുക്കറിയാം. എന്നാൽ 2-ാം അധ്യായം 29-ാം വാക്യത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ചെറിയ പാട്ട് ആമുഖമായി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അത് ശെമോന്റെ പാട്ട് അല്ലെങ്കിൽ നങ് ഡിമിറ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതൊരു ലാറ്റിൻ വേർഡാണ്. 5-ാം നൂറ്റാണ്ട് മുതൽ പല ക്രിസ്തീയ സഭകളും അവരുടെ സന്ധ്യാപ്രാർത്ഥനയിൽ ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിസ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ചുരുക്കമായി ഒന്ന് പറയുകയാണ്. യൗസേപ്പ് പിതാവും മറിയാമും 40 ദിവസം പ്രായമുള്ള യേശുക്കുഞ്ഞിനെയും കൊണ്ട് യെരുശലേം ദേവാലയത്തിൽ സമർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോയി. അവിടെ വൃദ്ധനായ ശീമോൻ ഇസ്രായേലിന്റെ രക്ഷകനായ മശിഹായെ തിരിച്ചറിയുകയും പൈതലിനെ കൈകളിലെടുത്ത് അനുഗ്രഹിച്ച് സന്തോഷത്തോടെ പരിശുദ്ധാത്മ നിറവിൽ പാടിയ പാട്ടാണ് ശിമയോന്റെ പാട്ട് അല്ലെങ്കിൽ നങ് ഡിമിറ്റസ്. അതിപ്രകാരമാണ്: ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ആരായിരുന്നു ഈ ശിമയോൻ? പഴയ നിയമം ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയ 70 പണ്ഡിതന്മാരിൽ ഒരാൾ ആയിരുന്നു എന്ന് ചരിത്രം പറയുന്നു. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും എന്ന ഭാഗം വന്നപ്പോൾ അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് സംശയിച്ചതായും അപ്പോൾ ആ ശിശുവിനെ കണ്ടതിന് ശേഷമേ മരിക്കുകയുള്ളൂ എന്നും
ദൈവത്തിന്റെ വാഗ്ദാനം ലഭിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ശിമിയോനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2-ാം അധ്യായം 25-ാം വാക്യം. അദ്ദേഹം നീതിമാനും ദൈവഭക്തനുമായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസനായി കാത്തിരുന്നവനായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ കാണാതെ മരിക്കയില്ല എന്ന് പരിശുദ്ധാത്മനാൽ അവന് അരുളിപ്പാടും ഉണ്ടായിരുന്നു. 2-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഈ ശിമയോൻ മാതാവിനോട് പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നിന്റെ സ്വന്തം പ്രാണയിൽ കൂടിയും ഒരു വാൾ കടക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? അല്പമായി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. വാളിന്റെ പ്രത്യേകത എന്താണ്? അത് മുറിവേൽപ്പിക്കുന്നതാണ്. തന്റെ മകന്റെ കഷ്ടപ്പാടുകൾ നിമിത്തം ഉണ്ടാകുന്ന ഹൃദയത്തിന്റെ വേദന അല്ലെങ്കിൽ സഹനം. മാതാവിന്റെ ജീവിതം ഒന്ന് നോക്കിയാൽ ബേദലഹേം മുതൽ കാൽവറി വരെ സഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നു മുതൽ സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ആ ഭാഗ്യാവസ്ഥ ഈ സഹനത്തിൽ കൂടി ലഭിച്ചതാണ്. അമ്മ തന്റെ ഓരോ സഹനത്തെയും കൃപകളാക്കി മാറ്റി. മാതാവിന് അതെങ്ങനെയാണ് സാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മാതാവ് പരിശുദ്ധാത്മാവിന്റെ നിഴലിലാണ് വസിച്ചത്. രണ്ടാമത്, കൃപ ലഭിച്ചവളെ എന്നാണ് ദൂതൻ മാതാവിനെ വന്ദനം ചെയ്തത്. മൂന്നാമത്, കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും അമ്മയോട് കൂടെ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ്. സ്പിരിച്വൽ വാർഫെയർ ത്രൂ ഡിവൈൻ പവർ, ആത്മീയ പോരാട്ടം ദൈവശക്തിയിലൂടെ. മാതാവിന്റെ ജീവിതത്തിലെ ആത്മീയ പോരാട്ടത്തിൽ ദൈവശക്തി ആർജിച്ചെടുത്ത ഒരു വിഷയത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവവചനത്തെ ആത്മാവിന്റെ വാൾ എന്ന് വിശേഷിപ്പിക്കുന്നു. മാതാവ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാളെടുത്ത് ദൈവശക്തി പ്രാപിച്ച് തന്റെ സഹനങ്ങളെയെല്ലാം കൃപകളാക്കി മാറ്റി. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ഹീബ്രൂസ് chapter 4 verses 12. For the word of God is living and powerful and sharper than any two-edged sword, piercing even to the division of soul and spirit and of joints and marrow, and is a discerner of thoughts and intents of the heart. ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമതായി, അത് ജീവനുള്ളതാണ്, അത് ശക്തിയുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനം വെറുതെ മടങ്ങി വരികയില്ല, അത് അയച്ച കാര്യം സാധിപ്പിച്ചതിന് ശേഷമേ മടങ്ങി വരികയുള്ളൂ. 2, അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. 3, പ്രാണനെയും ആത്മാവിനെയും സതിമജകളെയും വേർപിടിപ്പിക്കുന്നിടം വരെ തുളച്ചു ചെല്ലുന്നതാണ്. 4, ഹൃദയ വിചാരങ്ങളെ വിവേചിക്കുന്നതാണ്. സഹനങ്ങളിൽ അമ്മയ്ക്ക് ശക്തി പകർന്നത് ദൈവ പരിജ്ഞാനമാണ്. ദൈവാലയ അന്തരീക്ഷത്തിൽ വളർന്ന അമ്മയുടെ പരിജ്ഞാനം മറിയാമിന്റെ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. അത് ശമൂവേൽ ബാലന്റെ അമ്മയായ ഹന്നയുടെ പാട്ടിനോട് സദൃശ്യമുള്ളതാണ്. അത് 1 ശമൂവേൽ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അമ്മ ദൈവവചനം ധ്യാനിച്ച് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. തന്റെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കുവാൻ ദൈവവചനത്തിന് സാധിച്ചു. നമ്മുടെ ജീവിതയാത്രയിലും ആത്മീക പോരാട്ടമുണ്ട്. പലർക്കും പല രീതിയിലുള്ള സഹനങ്ങൾ ആണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മുടെ ആത്മീക പോരാട്ടത്തെ ചെറുത്തു നിൽക്കുവാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് 91-ാം മസ്മൂറ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന് യഹോവയായ ദൈവം തന്നെ സങ്കേതവും കോട്ടയും ആകുന്നു. ആ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലാണ് നമ്മുടെ സംരക്ഷണം. യിരെമ്യാ പ്രവചനം 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് നമ്മുടെ വലതുഭാഗത്തുണ്ട്. അതാണ് നമ്മുടെ ധൈര്യവും ബലവും. പ്രത്യേകിച്ച് മാതാവിന്റെ നോമ്പിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ഒന്നും വെറും കാര്യസാധ്യത്തിന് വേണ്ടി ആയിത്തീരരുത്. നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ സഭയിൽ നമുക്ക് 5 കാനോനിക നോമ്പുകളുണ്ട്. 50 നോയമ്പിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പീഡകളെ ധ്യാനിച്ചുകൊണ്ട് പുത്രൻ തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി നാം നോയമ്പ് നോക്കണം. 15 നോയമ്പിൽ മാതാവ് സഹിച്ച മാനസിക പീഡകളെയും സഹനത്തെയും ഓർത്ത് നമുക്ക് നോയമ്പെടുക്കാം. 25 നോയമ്പ് പിതാവാം ദൈവം തന്റെ പുത്രനെ ഈ ലോകരക്ഷയ്ക്ക് വേണ്ടി അയച്ച ആ സ്നേഹത്തെ പ്രതി ആയിരിക്കണം. 3 നോയമ്പ് അനുതാപത്തിൻ്റെതായിരിക്കണം.
13 നോയമ്പ് സഭയ്ക്ക് വേണ്ടി പീഡകൾ സഹിച്ച അപ്പോസ്തലന്മാരെ ഓർത്ത് പരിശുദ്ധാത്മ കൃപയ്ക്കായി ആഗ്രഹിച്ച് നാം നോയമ്പെടുക്കണം. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ പിതാവാണ്. നാം മക്കളും അവകാശികളുമാണ്. ഈ ലോകത്തിൽ ദോഷികളായ നാം നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്നേഹനിധിയായ പിതാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടുന്നതൊക്കെയും തരും. മുടിയനായ പുത്രന്റെ കഥ നമുക്കറിയാം. അത് അവൻ തന്റെ അവകാശം ചോദിച്ചു വാങ്ങി. അത് സ്വാർത്ഥതയാണ്. അതൊരിക്കലും ശാശ്വതമാകുകയില്ല. എന്നാൽ പിതാവ് സ്നേഹത്തോടെ തരുന്നതൊക്കെയും ദാനമാണ്. അതൊരു ഗിഫ്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം ദാനങ്ങളല്ലേ. നമ്മുടെ ഉത്തരവാദിത്വം എന്നാൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. 100 ആടുള്ളതിൽ ഒന്നിനെ നഷ്ടപ്പെട്ടപ്പോൾ അതിനെ തേടി കണ്ടെത്തി തോളിലേറ്റി വരുന്നൊരു സ്നേഹനിധിയായ പിതാവിന്റെ ചിത്രം നമുക്കറിയാം. 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലിയാണ് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. ചെറിയവരിൽ ഒരുത്തൻ പോലും നഷ്ടപ്പെടുന്നത് ദൈവത്തിന് പ്രയാസമാണ്. ആ ഏദനിൽ നഷ്ടപ്പെടുത്തിയ പർദീസിന്റെ അനുഭവം, ദൈവത്തിന്റെ സ്വപ്നം വീണ്ടെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈ നോയമ്പിൽ മാതാവ് തന്റെ സഹനങ്ങളെ കൃപകളാക്കി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ആത്മീയ പോരാട്ടത്തെ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുത്ത് ദൈവിക ശക്തി ആർജിച്ചെടുത്ത് ധന്യമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. മാതാവിന്റെ മധ്യസ്ഥത നമ്മുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും സമൂഹത്തിനും കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോട് നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Suja, for such a meaningful and powerful message. സുജ ഇന്ന് നൽകിയത് വളരെ വ്യത്യസ്തമായ ഒരു മെസ്സേജ് ആയിരുന്നു. ഷിമിയോന്റെ ഗീതം എന്ന ലൂക്കോസിന്റെ പുസ്തകം ചാപ്റ്റർ 2 നിന്ന് നമ്മളെ പറഞ്ഞു, അത് പഠിപ്പിച്ചു. അതൊരു വളരെ വ്യത്യസ്തമായ ഒരു ഇത്രയും ദിവസം കേൾക്കാത്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. മാതാവ് ദൈവവചനത്തെ എങ്ങനെ വഹിച്ചു, പിന്നെ അതുപോലെ തന്നെ നോമ്പ് നമ്മൾ എന്തിനു വേണ്ടി നോക്കണം. പല നോമ്പുകൾ, നമ്മുടെ കാനൂനികമായ നോമ്പുകൾ നമ്മുടെ സഭയിൽ ഉണ്ടെങ്കിലും അത് ഓരോന്നും എന്തിനു വേണ്ടിയാണെന്നും അത് ഏത് രീതിയിലാണ് നമ്മളത് എടുത്ത് നമ്മളെ തന്നെ വിശുദ്ധിയിലേക്ക് വളർത്തി ദൈവത്തോട് കൂടുതലായി ഒരുമപ്പെടുവാൻ നമ്മൾ സാധിക്കാൻ പറ്റുന്നതും എന്നുള്ളത് നമുക്ക് അത് സ്പഷ്ടമാക്കി തന്നതിൽ സുജയെ താങ്ക് ചെയ്യുന്നു. ഇനിയും നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇന്റർസെസറി പ്രെയർ ആണുള്ളത്. സൂസന്ന മാത്യുവിനെ അതിനായി ഇൻവൈറ്റ് ചെയ്യുന്നു. ഹലോ ആൻറ്റി, കേൾക്കാവോ? കേൾക്കാം. സുസന്ന മാമനാണ്. സൂസന്ന മാമൻ. വിശുദ്ധ ദേവമാതാവിനോടുള്ള മധ്യസ്ഥപേക്ഷ. പരിശുദ്ധിയുടെ പര്യായവും കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവും ബലഹീനരുടെ ആശ്രയവുമായ വിശുദ്ധ ദൈവമാതാവേ, നിന്റെ പ്രിയപുത്രന്റെ മുമ്പാകെ ദുഃഖിതരും പാപികളുമായ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയും അപേക്ഷയും സമർപ്പിക്കണമേ. ഗബ്രിയേൽ ദൂതന്റെ വചനിപ്പ് വേളയിൽ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട കന്യക മാതാവേ, നിന്റെ കരങ്ങളിലൂടെ ഞങ്ങളെ മുഴുവനും ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, വെടിപ്പുള്ള നിന്റെ മാതാവിന്റെ സ്വീകാര്യയോഗ്യമായ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ ബലഹീനതയെ താങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. മൺമേയാൻ ഞങ്ങൾ നശിച്ചു പോകുവാൻ ഇടയാകരുതേ. ഞങ്ങളുടെ തിന്മകൾ മൂലമായി ഞങ്ങൾ നിന്നും അകന്നു പോകാൻ ഇടയാകരുതേ. വിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം അമ്മയുടെ സാമീപ്യം കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും ഐശ്വര്യവും വളർന്നു വരുവാൻ ഇടയാകണമേ. ഞങ്ങളുടെ കുട്ടികൾ നിർമ്മലരും സമർത്ഥരും ദൈവഭയമുള്ളവരായി തീരുവാനും അവരുടെ പ്രവർത്തനങ്ങൾ വീടിനും നാടിനും സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനപ്രദമായി തീരുവാനും സഹായിക്കണമേ. യുവജനങ്ങളെ നല്ല മാർഗത്തിൽ നയിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആശ്വാസവും സന്തോഷവും ഉണ്ടാകുവാനും വിശ്വാസികളെ പരേതർക്ക് പ്രത്യാശ ലഭിക്കുവാനും ഇടയാകണമേ. രോഗികൾക്ക് സൗഖ്യവും ബന്ധനസ്ഥർക്ക് മോചനവും അക്ഷരർക്ക് ആശ്രയവും ദുഃഖിതർക്ക് ആശ്വാസവും ലഭിക്കുമാറാകണമേ. വിധവകളെയും വികലാംഗരെയും അനാഥരെയും സംരക്ഷിക്കണമേ. മാതാവെ, അവിടുത്തെ തൃക്കരങ്ങളിൽ വഹിച്ച ഉണ്ണി യേശുവിനെ ഓർത്ത് അമ്മയാകാനുള്ളവരുടെ അപേക്ഷ കേൾക്കണമേ. അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും
പകർച്ചവ്യാധികളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുമാറാകണമേ. പ്രത്യേകാൽ ഈ ആഴ്ചയിൽ ഞങ്ങൾ ലഹരിയുടെ അടിമത്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും അമ്മയുടെ കരുണയുള്ള കൈകളിൽ സമർപ്പിക്കുന്നു. അമ്മേ, അവരുടെ മനസ്സിൽ പ്രത്യാശയുടെ വെളിച്ചം പകരണമേ. ലഹരിയോടുള്ള ആസക്തിയിൽ നിന്നും അവരെ മോചിപ്പിക്കുവാൻ ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവിനോട് മധ്യസ്ഥ ചെയ്യണമേ. അവരുടെ ഹൃദയങ്ങൾക്ക് ശക്തിയും തെറ്റായ ശീലങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള ധൈര്യവും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനവും നൽകണമേ. നിരാശയിലും ഏകാന്തതയിലും വീഴുമ്പോൾ അമ്മയുടെ സ്നേഹത്താൽ അവരെ ആശ്വസിപ്പിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരെ സ്നേഹത്തോടും ക്ഷമയോടും പിന്തുണയ്ക്കുവാൻ കുടുംബങ്ങൾക്ക് ശക്തി നൽകണമേ. അവരുടെ ജീവിതത്തിലേക്ക് നല്ല സുഹൃത്തുക്കളെയും വിശ്വസ്തരായ സഹായികളെയും കൊണ്ടുവരണമേ. പരിശുദ്ധ അമ്മേ, ലഹരിയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടി ശുദ്ധവും സമാധാനപൂർണമായ സന്തോഷപൂർണമായ ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരുവാൻ മധ്യസ്ഥ ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ദുർബലതകളും വേദനകളും അമ്മയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ദൈവമായ കർത്താവെ, നീ കുരിശിൽ കടക്കയായി പരിശുദ്ധ മാതാവിനെ ഞങ്ങൾക്ക് അമ്മയെ ഏൽപ്പിച്ചുവല്ലോ. ആ ദിവ്യനാഥയുടെ സംരക്ഷണത്തിൽ അനുദിനം വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും സമർപ്പിക്കും. ആമേൻ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും താഴ്മയായി ദൈവസന്നിധിയിലും നമ്മുടെ മാതാവിൻ്റെ മധ്യസ്ഥതയിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ച സൂസന്നായെ താങ്ക് ചെയ്യുന്നു. ഇനിയും നെക്സ്റ്റ് നമ്മുടെ ലിത്തനി പ്രാർത്ഥനയാണ്. അതിനായി അച്ചാമ്മ ഫിലിപ്പിനെയും ബിൻസി എബ്രഹാമിനെയും ക്ഷണിക്കുന്നു. വിശുദ്ധ കന്യകയായ മർത്തമറിയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥയാകുന്ന പരിശുദ്ധയും ശുദ്ധിമതിയും ആകുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കപ്പെടുന്നതിനും കറകൾ മാഞ്ഞു പോകുന്നതിനുമായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞെരുക്കത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ സമാധാനപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കുവാനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷകാരണമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മീയ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന്റെ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേത സ്ഥലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഖേദത്തിലിരിക്കുന്നവരുടെ സന്തോഷമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വൃദ്ധർ താങ്ങപ്പെടുന്നതിനായും യുവാക്കൾ പരിപാകതയുള്ളവരായിത്തീരുന്നതിനായും പൈതങ്ങൾ കാക്കപ്പെടുന്നതിനായും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളുന്നതിനായും പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭിന്നതയിൽ കഴിയുന്നവർ ഐക്യപ്പെടുന്നതിനായിട്ടും സത്യ അനുതാപവും മാനസാന്തരവും സഭയിൽ ഉണ്ടാകുന്നതിനായും പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മർത്തമറിയം വനിതാ സമാജത്തിലെ എല്ലാ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവമാതാവേ, ദൈവപുത്രനോടുള്ള മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും ദൈവസന്നിധിയിൽ കൈക്കൊള്ളപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെയും പിതാക്കന്മാരുടെയും നിബിയന്മാരുടെയും സഹദയന്മാരുടെയും മൗദ്യാനന്മാരുടെയും കന്യകമാരുടെയും സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാസും
നാം എല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും, വാങ്ങിപ്പവരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും, നാടിന്മേലും, ഇടവകളിൽ മേലും ഇപ്പോഴെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും താങ്ക് ചെയ്യുന്നു. പ്രത്യേകയാൽ ജെസി ജോൺ, ആനി കുറിയാക്കോസ്, സുജ ജോൺസൺ, അച്ചാമ ഫിലിപ്പ്, ബിൻസി എബ്രഹാം, സുസന്ന മാമൻ ആൻഡ് എബി അച്ഛനെ പ്രത്യേകം ഇതിനായി താങ്ക് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. everyone. Thank you. Thank you, Sini. താങ്ക് യു ഷിനി.